Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി മീൻ പീരയാണ്. നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ മീൻ പറ്റിച്ചെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ മത്തിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കല്ലുപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലെ ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നേരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ പീര കഴിക്കുമ്പോൾ ചിലർക്ക് ഇതിലെ തേങ്ങ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ തേങ്ങ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കുടംപുളി നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഈ വെള്ളം ധാരാളമാണ്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം വറ്റി വരാൻ സമയമെടുക്കും. അതുപോലെ തന്നെ മീൻ പൊടിഞ്ഞും പോവും. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിയാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടച്ചു വെക്കണ്ട, തുറന്നു വെച്ച് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ ആവശ്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നുണ്ട്. പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കുന്നത് സൂക്ഷിച്ച് വേണം. മീൻ നന്നായിട്ട് വെന്ത് കിടക്കുവാണ്. വല്ലാതെ ഇളക്കിയാൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോകും. ഇപ്പൊ ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തി പീര തയ്യാറായിട്ടുണ്ട്. മത്തി പറ്റിച്ചതെന്നും ഒക്കെ പറയുന്ന വിഭവം ഇത് തന്നെയാണ്. ചോറിൻ്റെ കൂടെ ആയാലും ഇച്ചിരി കപ്പ പുഴുങ്ങിയതായാലും ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കി നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.